എപ്പോഴും ആനന്ദത്തിലാണ്. സത്യത്തിൽ ഈ ആനന്ദമല്ല നമുക്കും ജീവിതത്തിൽ വേണ്ടത്. നമസ്കാരം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു ഭക്തനാണ്. എനിക്ക് ഭക്തി നന്നായിട്ടുണ്ട്. കാരണം എന്താ? ഞാൻ എപ്പോഴും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ദേഷ്യമുള്ള, അല്ലെങ്കിൽ എല്ലാവരോടും അഹങ്കാരത്തോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഇദ്ദേഹവും പറയുന്നത് ഞാൻ ഭക്തിയിലാണ് എന്നതാണ്. ഇതല്ല ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്നാല് നാരദ ഭക്തി സൂത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. നാരദന്റെ ഭക്തി സൂത്രങ്ങൾ. അപ്പൊ നാരദൻ ആരാണ്? നാരദൻ എന്നാല് ഏറ്റവും ഭഗവാനെ സ്നേഹിക്കുന്ന ഒരു തത്വമാണ് നാരദൻ. അപ്പൊ നാരദൻ പറയുകയാണ് എങ്ങനെയായിരിക്കണം ഭക്തി എന്നുള്ളത്. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്നതും. ഭക്തി എന്നാല് പരമമായ പ്രേമം ആണ്, പരമാനന്ദമാണ് ഭക്തി എന്നുള്ളത്. ഈ പരമമായ പ്രേമം എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ നമുക്ക് ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു സ്നേഹം, അത് പരമമായിട്ടുള്ള സ്നേഹമല്ല, അത് കണ്ടീഷണൽ ലവ് എന്ന് പറയും. കണ്ടീഷണൽ ലവ് എന്ന് വെച്ചാൽ എന്താണ്? ഉപാധികളോടൊപ്പമുള്ള ഒരു സ്നേഹം. അതല്ല പ്രേമം എന്നുള്ളത്. ഉപാധികൾ എന്ന് വെച്ചാൽ എന്താണ്? ആ വ്യക്തിയിൽ നിന്നും ഞാൻ എന്തോ ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇപ്രകാരം നിന്ന് കഴിഞ്ഞാല് ആ വ്യക്തി എന്നോട് ഇപ്രകാരം പെരുമാറും, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും എനിക്ക് ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ സിദ്ധിക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു. അപ്പൊ പല ബന്ധങ്ങളിലും അങ്ങനെയാണ്. പല ബന്ധങ്ങളിലും നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നത് അവരിൽ നിന്ന് എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നതിലൂടെയാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒരു വിപരീതമായിട്ടുള്ള അവസ്ഥ സംഭവിക്കുമ്പോൾ പിന്നെ അത് ബന്ധം വേർപെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പ്രതീക്ഷകളാണ് സത്യത്തില് നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത്. പരമമായ പ്രേമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. അതായത് ഉപാധികളില്ലാത്ത സ്നേഹം. അതായത് ഈ പ്രകൃതി നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നത്? പ്രകൃതി ഒരിക്കലും ആളും തരവും ജാതിയും മതവും നോക്കിയിട്ടല്ലല്ലോ മഴ നൽകുന്നതും അല്ലെങ്കിൽ ചൂട് നൽകുന്നതും വെയിൽ നൽകുന്നതും. ഒരിക്കലും അല്ല. ഉപാധികളില്ലാത്ത സ്നേഹം. ഇതാണ് പരമമായ പ്രേമം അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയില് എല്ലാ ജീവജാലങ്ങളിലും സർവ ചരാചരങ്ങളിലും എൻ്റെ സഹജീവികളിലും എനിക്കൊരു ഉപാധികളുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. അതായത് എൻ്റെ സ്വഭാവം തന്നെ പ്രേമമാണ്. ആ പ്രേമത്തെ ഞാൻ എല്ലാവരിലും കാണുന്നു. എനിക്കൊന്നും പ്രതീക്ഷയില്ല, ആരിൽ നിന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. എനിക്ക് അവരെല്ലാവരും സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരിലും സ്നേഹത്തെ ദർശിക്കുമ്പോൾ അവിടെ ഭഗവാന്റെ ദർശനം നമുക്ക് കിട്ടും. ഭഗവാനെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് പ്രേമത്തിന്റെ മൂർത്തി രൂപമാണ്. അങ്ങനെ ഭഗവാനെ കാണാൻ കിട്ടുന്നൊരു കണ്ണ്, എല്ലാവരിലും എനിക്ക് സ്നേഹത്തെ, പരമമായ ആനന്ദത്തെ, ഈശ്വരനെ കാണാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തി ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയിലോ ഒരു സാഹചര്യത്തിലോ നമ്മൾ മോശം മുദ്ര കുത്തില്ല. ഈ വ്യക്തി ശരിയല്ല, ഈ സാഹചര്യം ശരിയല്ല, ഈ അനുഭവം എനിക്ക് നല്ലതല്ല. നമുക്ക് ഭഗവാൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്. സർവ്വ അനുഭവത്തിന്റെയും ഈ പ്രകൃതിയുടെ തന്നെ സൃഷ്ടിയാണ് ഭഗവത് തത്വം എന്നുള്ളത്. അപ്പൊ ഭഗവാനാണ് എല്ലാ അനുഭവങ്ങളുടെയും പുറകിലുള്ളതെങ്കിൽ ആ ഒരു അനുഭവത്തെ നിങ്ങൾ എന്തിനാണ് മോശമെന്ന് മുദ്ര കുത്തുന്നത്? അപ്പോൾ എല്ലാ അനുഭവത്തെയും എല്ലാ സാഹചര്യത്തെയും പൂർണ്ണ സ്നേഹത്തോടെ അവയിൽ ഭഗവാനെ ദർശിച്ചുകൊണ്ടാണ് നിങ്ങൾ അവയെ സ്വീകരിക്കുന്നെങ്കിൽ അതാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ ദർശനങ്ങൾ നടത്തുന്നത്. അവിടെ നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ആ ഇരിക്കുന്ന രൂപം, ആ വിഗ്രഹത്തിൽ നമ്മൾ ഭഗവാനെ ദർശിക്കുകയാണ്. അല്ലാതെ ആ വിഗ്രഹമല്ല ഭഗവാൻ. ആ രൂപത്തിലൂടെ നമ്മൾ സാക്ഷാൽ ആ പരമമായിട്ടുള്ള സർവ്വവ്യാപിയായിട്ടുള്ള ആ മഹോന്നതമായ തത്വത്തെ ദർശിക്കുകയാണ്. സർവ്വചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ആ മഹോന്നതമായിട്ടുള്ള തത്വത്തെ ഞാനിതാ ഈ രൂപത്തിൽ കാണുന്നു. ആ രൂപത്തോടൊപ്പം ഞാൻ ഇരിക്കുന്നു. അതായത് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമല്ല ആ സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു പ്രേമവും ഉള്ളിലുണ്ടാവേണ്ടത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ആ വിഗ്രഹം എനിക്ക് നൽകുന്ന സന്ദേശം സർവ്വചരാചരങ്ങളിലും ഇരിക്കുന്ന തത്വത്തെ ഇതാ നീ ഇന്ന് ക്ഷേത്രത്തിൽ ഒരു രൂപമായിട്ട് തന്നെ കണ്ടുകൊള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ മാത്രം ഇരിക്കുന്നതല്ല, സർവ്വതിലും നിറഞ്ഞിരിക്കുന്ന തത്വം തന്നെയാണ്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴും സർവ്വതിലും നമ്മൾ കാണുമ്പോൾ അവിടെയാണ് ഭക്തി യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ജനിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഭക്തിയോടൊപ്പം ഇരിക്കുക എന്നുള്ളത് എല്ലാവരെയും സമഭാവനയോടൊപ്പം കാണാൻ സാധിക്കണം. ആരിൽ നിന്നും നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. അവരവരുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരമാനന്ദത്തിൽ അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവത്തെ ഓർത്ത് സന്തോഷിക്കുക. അല്ലാതെ എൻ്റെ അതേ മനോഭാവം, എൻ്റെ അതേ സ്വസ്ഥത, ഞാൻ കാണുന്ന കാഴ്ചപ്പാട് തന്നെ
മറ്റുള്ളവരിലും കാണണം, അല്ലെങ്കിൽ മറ്റുള്ളവർ അതേപോലെ എന്നോട് പെരുമാറണം എന്ന തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭക്തിയിലല്ല. ഭക്തിയിൽ നമ്മൾ എല്ലാവരെയും സമഭാവനയിൽ കാണുന്നു. അവരുടെ സ്വഭാവത്തെ നിങ്ങൾ അതുപോലെ തന്നെ അംഗീകരിക്കുന്നു. ഇവരിങ്ങനെയാണ് എന്ന സത്യത്തെ അറിഞ്ഞുകൊണ്ട് അവരെ അതേപോലെ തന്നെ സ്വീകരിക്കാൻ പറ്റുന്നു. അത് വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല, അനുഭവങ്ങളുടെ കാര്യത്തിലും അനുഭവത്തെയും അതേപോലെ തന്നെ സ്വീകരിക്കുന്നു. ഇങ്ങനെ സർവ്വ അനുഭവത്തിലും സർവ്വ വ്യക്തികളിലും നിങ്ങളെ സ്നേഹത്തെ മാത്രം കാണുന്നുള്ളൂ. ഇതാണ് ഭക്തിയോഗം. അധ്യായം 6 ഭഗവത്ഗീതയില് ഭഗവാൻ നൽകുന്ന സന്ദേശം അതാണ്. ഭക്തിയോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാനന്ദമാണ് ഞാൻ എന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരമാനന്ദത്തെ എല്ലാവരിലും കാണാൻ സാധിക്കുക. അതങ്ങനെ സംഭവിച്ചോളും തനിയെ. കാരണം എൻ്റെ ഉള്ളിൽ സന്തോഷത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് ചുറ്റുപാടിലും സന്തോഷത്തെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ ഉള്ളിൽ ദുഃഖവും പരാതികളും പരാധീനതകളുമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിൽ ഇരിക്കുന്നതെങ്കിൽ ചുറ്റുപാടും നിങ്ങൾ അത് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഓരോ വ്യക്തിയും നിങ്ങളെ വഞ്ചിക്കാൻ വന്നതാണോ, അല്ലെങ്കിൽ എനിക്കിട്ടൊന്ന് മോശമായിട്ട് എന്നെ ദുഃഖിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്നെ ഒന്ന് നശിപ്പിക്കാനോ, അല്ലെങ്കിൽ എനിക്കെതിരെ ദുഷ്ടശക്തിയായിട്ട് വന്നിരിക്കുന്നത് എന്ന ഭാവന നിങ്ങളിൽ തനിയെ വിട്ടുപോയിക്കൊള്ളും. എപ്പോ? ആനന്ദത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ. ഈ ആനന്ദത്തിൽ ജീവിക്കുക എന്നാല് ചുറ്റുപാടിലും സന്തോഷത്തെ കാണണം, ആനന്ദത്തെ കാണണം. ഇങ്ങനെ എല്ലായിടത്തും ആനന്ദത്തെയും സന്തോഷത്തെയും പ്രേമത്തെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലും ആനന്ദം സ്വാഭാവികമായിട്ട് തന്നെ സംഭവിക്കും. ഉള്ളിലും പുറമേയും ആനന്ദത്തെ അറിയുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയില് കണ്ടിട്ടില്ലേ, ഭക്തകവികൾ നാരദൻ അല്ലെങ്കിൽ ഭക്തകവി മീര, ഇവർക്ക് ആരോട് വിദ്വേഷമോ ഒരു മമതയോ ഒന്നും തന്നെ ഇല്ല. അവരെപ്പോഴും ഭക്തിയിലാണെന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും ആനന്ദത്തിലാണ്. സത്യത്തിൽ ഈ ആനന്ദമല്ല നമുക്കും ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ ജീവിതത്തിലും ഈ ആനന്ദമായിട്ട് ആനന്ദത്തിൽ മുന്നേറണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്ത് വേണം? അതിന് ജീവിതത്തിൽ ഭക്തി ഉണ്ടാവണം. ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ജന്മജന്മങ്ങൾ മനുഷ്യരായി ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ കുറെ അനുഭവിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലല്ലോ. കുറെ സുഖങ്ങൾ അനുഭവിക്കുന്നു, കുറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഇത് മാത്രമല്ലല്ലോ ജീവിതത്തിന്റെ ലക്ഷ്യം. എന്തായിരിക്കണം എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഈ ചോദ്യം വരുമ്പോഴാണ് ഒരു ഉന്നതമായിട്ടുള്ള ശക്തി ഇവിടെ ഉണ്ട് എന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുള്ളൂ. ആ ബോധത്തെ അറിഞ്ഞുകൊണ്ട് വീണ്ടും ഒരുപാട് ജന്മങ്ങൾ മുന്നേറുമ്പോഴാണ് ആ സത്യം മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളൂ എന്ന ബോധം വരുമ്പോൾ അവിടെ ഭക്തി ജനിക്കുന്നുള്ളൂ. അങ്ങനെ ആ ഭക്തിയോടൊപ്പം ഒരുപാട് ജന്മങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേ സത്യത്തിൽ ഈശ്വര ദർശനം കിട്ടുന്നുള്ളൂ. അപ്പോ ഭക്തി എന്നത് ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് സിദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഭക്തിയിലൂടെ തന്നെ നമ്മൾ വീണ്ടും മുന്നേറുമ്പോഴേ ആനന്ദത്തെ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പൊ അതായത് നമ്മുടെ ഉള്ളിൽ ഇപ്പോ ഈ പറയുന്ന രീതിയിലുള്ള ഭക്തി, അല്ലെങ്കിൽ ഭഗവാൻ ഉദ്ഘോഷിക്കുന്ന ഭക്തി എനിക്കിപ്പോഴും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും സാരമില്ല. മനസ്സിനെ സ്വസ്ഥമാക്കി നിർത്തണം. അതിന് ധ്യാനം ചെയ്യണം. നമ്മൾ പ്രാണായാമം ചെയ്യുന്നവരായിരിക്കണം. അതിലൂടെ കിട്ടുന്ന ശക്തിയില് സ്വാഭാവികമായും ഉള്ളിൽ ആനന്ദം തനിയെ വന്നുകൊള്ളും. ഈ ആനന്ദത്തില് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു വ്യക്തിയെ നിങ്ങൾ മുദ്രകുത്താൻ നിൽക്കരുത്. ഇത് ശത്രു, ഇത് മിത്രം, ഇത് നല്ലത്, ഇത് മോശം, അങ്ങനെ വേർതിരിക്കാൻ നിൽക്കരുത്. അങ്ങനെ വേർതിരിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനിൽ നിന്നും അകന്നു എന്നുള്ളതാണ്. അങ്ങനെ വേർതിരിക്കാതെ സർവ്വത്തിനെയും ആ ആനന്ദത്തിൽ തന്നെ സ്വീകരിക്കുക. മുഖത്തൊരു പുഞ്ചിരിയോടൊപ്പം തന്നെ വർത്തിക്കുക. ഇതിന് മനസ്സ് സ്വസ്ഥമായിരിക്കുക. ഇങ്ങനെ വർത്തിക്കുമ്പോൾ, ഇങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റുപാടിൽ നിന്നും ആനന്ദത്തെ അറിയാനുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേരും. അവിടെ പൂർണ്ണ ഭക്തി ജനിക്കുകയായി. ഈ ഭക്തിയെ മുറുക്കെ പിടിക്കുക. കാരണം ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ആ പരമമായ സത്യത്തിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈശ്വരനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തിയാണ് അതിന്റെ മാർഗം. ഭക്തി എന്താണ്? സർവ്വതിലും പ്രേമത്തോടൊപ്പം ആനന്ദത്തോടൊപ്പം വർത്തിക്കുക. അതിന് സർവ്വതിലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കണം. ഇപ്പൊ ക്ഷേത്രത്തിൽ മാത്രമല്ല ഭഗവാൻ ഇരിക്കുന്നത്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ്. അതിനെ കണ്ടു തുടങ്ങണം. അതൊരു പ്രാക്ടീസാണ്, അതൊരു നിധിധ്യാസമാണ്, അതൊരു മനനമാണ്, മനസ്സിലെ ഒരു ചിന്താഗതിയാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന ഒരു ഭാവമാണ് ഭക്തി. അവിടെ സർവ്വതിലും ഈശ്വരനെ അറിയാൻ പറ്റും. അതവിടെ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന്റെ പൊരുൾ. അപ്പൊ ഭക്തിയോടൊപ്പം ഇരിക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും.